എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാനൊരു ബിഗ് താങ്ക്സ് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്. കാരണം എനിക്ക് ഇന്നലെയായിരുന്നു കേട്ടറ്റ് എക്സാം. ഞാൻ DGT കോഴ്സായിരുന്നു പഠിച്ചത്. എനിക്ക് കേട്ടറ്റിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. എൻ്റെ മിസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലായിരുന്നു ഞാനിത് അപ്ലൈ ചെയ്തത്. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇത് എഴുതണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് ഒരു മാസം കൂടെ അന്നേരം ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെ ഇത് എക്സാം എഴുതുന്നേ, എങ്ങനെ ഇതിനകം പഠിച്ച് തീരുമെന്ന് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ പഠിപ്പിച്ചിരുന്ന മിസ്സ് തന്നെയായിരുന്നു. സാറിൻ്റെ ക്ലാസ്സും കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ഈ കോഴ്സിന് ചേർന്നപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. പറ്റുമോ എന്നെ കൊണ്ടൊന്ന്. കാരണം എനിക്ക് മലയാളം സൈക്കോളജിയും ഒട്ടും അറിയില്ലായിരുന്നു. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും സാൻസ്ക്രിറ്റും ആയിരുന്നു ഇതിനു മുമ്പ് പഠിച്ചതിൽ. അപ്പം എനിക്ക് മലയാളം അങ്ങനെ സാഹിത്യ കാര്യങ്ങൾ വളരെ അറിവ് കുറവാണ്. ഗ്രാമർ അതൊക്കെ എനിക്ക് ഭയങ്കര അറിവ് കുറവാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ഭയങ്കര പേടിയാണ്. പിന്നെ സൈക്കോളജി ഞാൻ ഇന്നേ വരെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഭാഗവും ഭയങ്കര പാടായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ സൂയിങ് എനിക്ക് DGT പഠിച്ചത് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം കേട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കോഡുകളിലൂടെയും ചെറിയ സ്റ്റോറിയിലൂടെയൊക്കെ സാറ് പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ കേട്ടിട്ട് എഴുതിയത്. അപ്പം എനിക്ക് കുറച്ച് എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതുപോലെ തന്നെ ഞാൻ ആൻസർ കീ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കൂട്ടി നോക്കി. അപ്പം എനിക്ക് പാസ്സായിട്ടുണ്ട്. പാസ് മാർക്ക് ഉണ്ട്. എനിക്ക് 90 മാർക്കോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 84 മാർക്ക് പാസ് മാർക്ക് മതിയെന്നാ ഇതിൽ കണ്ടത്. 90 തന്നെ എന്നെ സംബന്ധിച്ച് വലിയ മാർക്കായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒത്തിരി ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസ് വൈഫാണ്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള കിട്ടുന്ന സമയത്തിലാണ് ഞാൻ ഇത് കൂടുതലും ക്ലാസ്സുകളെല്ലാം കേട്ടത്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഹെഡ്സെറ്റിൽ അല്ലെങ്കിൽ ക്ലാസ് വെച്ച് അത് കണ്ടുകൊണ്ടാണ് ഞാനതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ കൂടുതലും പഠിച്ചത്. സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഇനി നല്ല രീതിയിൽ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാനും അത് ഓർമ്മയിൽ വെക്കാനും. കാരണം ഓരോ സ്റ്റോറിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് എഴുതാനും പറ്റി. എന്തായാലും അങ്ങനെ എനിക്ക് ഇത് പാസ്സായി എന്ന്. അപ്പോൾ ഇതുവരെയായിട്ട് റിസൾട്ട് വന്നിട്ടില്ല. ഇതും അതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ ബബിൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് പാസ് മാർക്ക് ഉണ്ടെന്നാണ് എനിക്ക് പിന്നെ വിശ്വാസമുണ്ട് അത് പാസ്സാവുമെന്ന്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴേ പൂർണ്ണമായിട്ടുള്ള കാര്യം പറയാൻ പറ്റുള്ളെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അതിലെനിക്ക് സാറിൻ്റെ ക്ലാസ്സും പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സും സൂയിങ്ങിൽ വന്ന ടീച്ചറിൻ്റെ ക്ലാസ്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സാറിൻ്റെ ക്ലാസ്സായിരുന്നു. വളരെ നല്ല ക്ലാസ്സായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും ഇനി അടുത്ത തവണയിലേക്കുള്ള കേട്ടിട്ട് എഴുതുന്നുണ്ട്. അവരെഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ് തന്നെ റെക്കമെൻഡ് ചെയ്ത് ഇത് ചെയ്യാൻ. അക്കുലോറയുടെ ക്ലാസ് നല്ലതാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. അവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അവർക്കാണെങ്കിലും ഫ്രീ ടൈമിലോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് കേട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിന് എന്തായാലും അവരും ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്കതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് എനിക്കത് നേടിയെടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക്.